സാധാരണക്കാരായ നമ്മൾ ഓരോരുത്തരും ദിവസവും പേടിയോടെ നോക്കുന്ന ഒന്നാണ് അടുക്കളയിലെ ഗ്യാസ് സിലിണ്ടറിന്റെ വില എന്ന് പറയുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് റോക്കറ്റ് സ്പീഡിൽ കുതിച്ചുയർന്ന ഗ്യാസ് വിലയിൽ ഇപ്പോൾ ഒരു വലിയ ആശ്വാസ വാർത്ത വരികയാണ്. അതെ, ലോകം ഉറ്റുനോക്കിയ ആ ഒരു വാർത്ത ഇപ്പോൾ ഒഫീഷ്യലായി വന്നിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സീസ് ഫയർ പ്രഖ്യാപിച്ചിരിക്കുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള 2 ആഴ്ചത്തെ വെടിനിർത്തൽ പ്രഖ്യാപനം ആഗോള വിപണിയിൽ വലിയ ചലനങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ വെടിനിർത്തൽ പ്രഖ്യാപനം വെറും ഒരു രാഷ്ട്രീയ വാർത്തയല്ല, മറിച്ച് നമ്മൾ ഓരോരുത്തരുടെയും പോക്കറ്റിനെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമുക്കറിയാം, ഗ്യാസ് വില കേട്ടാൽ ഷോക്ക് അടിക്കുന്ന അവസ്ഥയായിരുന്നു. എന്നാൽ ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കാര്യങ്ങൾ പോസിറ്റീവാണ്. എന്താണ് ആഗോള വിപണിയിലെ പുതിയ മാറ്റങ്ങൾ പരിശോധിക്കാം. ആദ്യം തന്നെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നോക്കാം. ഇന്ന് ഏപ്രിൽ 9, 2026. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗ്ലോബൽ ക്രൂഡ് ഓയിൽ വില ആകാശത്തോളം ഉയർന്നു നിൽക്കുകയായിരുന്നു. ഏതാണ്ട് $117 മുകളിൽ വരെ പോയ ക്രൂഡ് ഓയിൽ വില ട്രംപിന്റെ പുതിയ വെടിനിർത്തൽ പ്രഖ്യാപനത്തോടെ ഒറ്റയടിക്ക് 12 മുതൽ 18% വരെയാണ് ഇടിഞ്ഞത്. ഇത് ശരിക്കും ചെറിയൊരു കാര്യമേ അല്ല. ഇറാൻ ഹോർമുസ് കടലിടുക്ക് വഴി കപ്പലുകൾ വിടാൻ സമ്മതിച്ചതോടെ ലോകത്തിലെ 20% ഓയിൽ സപ്ലൈ വീണ്ടും സുഗമമാകാൻ പോവുകയാണ്. ഇനി ഇന്ത്യയിലെ ഇന്നത്തെ ഗ്യാസ് വിലയിലേക്ക് നമുക്ക് വരാം. റിപ്പോർട്ടുകൾ പ്രകാരം ഡൽഹിയിൽ 14.2 കിലോയുടെ ഡൊമസ്റ്റിക് സിലിണ്ടറിന് ഇന്നത്തെ വില എന്ന് പറയുന്നത് 913 രൂപയാണ്. കൊൽക്കത്തയിൽ ഇത് 939 രൂപയും, മുംബൈയിൽ ഇത് 912 രൂപയും, ചെന്നൈയിൽ 928 രൂപയുമാണ്. പക്ഷേ കമേഴ്ഷ്യൽ സിലിണ്ടറുകളുടെ കാര്യം വരുമ്പോൾ ഷോപ്പ് ഉടമകൾക്കും ഹോട്ടലുകാർക്കും വലിയ തിരിച്ചടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. ഏപ്രിൽ 1 ഗവൺമെന്റ് 19 കിലോയുടെ കമേഴ്ഷ്യൽ സിലിണ്ടറുകൾക്ക് ഒറ്റയടിക്ക് 195 രൂപയാണ് വർദ്ധിപ്പിച്ചത്. അതായത് ഡൽഹിയിൽ മാത്രം ഇതിന്റെ വില ഇപ്പോൾ 2078 രൂപ എന്ന റെക്കോർഡ് നിലവാരത്തിലാണ് നിൽക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വരുന്നത്. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുറയുകയാണെങ്കിൽ ഉടൻ തന്നെ നമ്മുടെ സിലിണ്ടറിന് വില കുറയുമോ എന്നുള്ളൊരു സംശയം. അതിന് കുറച്ച് സമയമെടുക്കും. സാധാരണയായി നമ്മുടെ എണ്ണ കമ്പനികളായ IOCL, BPCL, HPCL എന്നിവർ ഓരോ മാസത്തെയും ശരാശരി വില നോക്കിയിട്ടാണ് നിരക്കുകൾ പുതുക്കുന്നത്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒരു ഷോർട്ട് ടേം സീസ് ഫയർ ആണ്. അതായത് 2 ആഴ്ചത്തെ വെടിനിർത്തൽ മാത്രമാണ്. ഇത് സ്ഥിരമായ ഒരു സമാധാന കരാറായി മാറുകയാണെങ്കിൽ വരും ആഴ്ചകളിൽ തന്നെ ഡൊമസ്റ്റിക് ഗ്യാസ് വിലയിൽ വലിയൊരു കുറവ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി പലരും ചോദിക്കുന്നുണ്ട്, ക്രൂഡ് ഓയിൽ വില ഇത്രയും കുറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഞങ്ങളുടെ സിലിണ്ടറിന് 913 രൂപ തന്നെ നൽകേണ്ടി വരുന്നത്? ഇത് ശരിക്കും ഇതിലൊരു ലാഗ് ഇഫക്റ്റ് ഉണ്ട്. ഇന്ത്യയിലെ എണ്ണ കമ്പനികൾ മാസത്തിന്റെ തുടക്കത്തിലാണ് സാധാരണയായിട്ട് വില നിശ്ചയിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇറാൻ അമേരിക്ക വെടിനിർത്തൽ ഉണ്ടായപ്പോൾ ഇത് ഉണ്ടായ സ്ഥിതിക്ക് ഇതിന്റെ യഥാർത്ഥ ഗുണം നമുക്ക് ലഭിക്കാൻ മെയ് 1 വരെ കാത്തിരിക്കേണ്ടി വരും. എങ്കിലും ഇന്നത്തെ കണക്കുകൾ പ്രകാരം CNGയുടെയും PNGയുടെയും വിലയിൽ ചെറിയൊരു മാറ്റം പെട്രോളിയം മന്ത്രാലയം സൂചിപ്പിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ വില കുറയുന്നതോടെ ഇൻഫ്ലേഷൻ, അതായത് വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഗവൺമെന്റിന് സാധിക്കും. ഇനി ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു കുടുംബത്തിന്റെ മാസ ബജറ്റിൽ ഗ്യാസ് സിലിണ്ടറിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന്. കഴിഞ്ഞ മാസങ്ങളിൽ ഉണ്ടായ വിലക്കയറ്റം സാധാരണക്കാരുടെ നടുവൊടിക്കുന്നതായിരുന്നു. എന്നാൽ ഇപ്പോൾ രൂപയുടെ മൂല്യവും അല്പം മെച്ചപ്പെട്ടിട്ടുണ്ട്. എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന് നമ്മൾ ഡോളറിലാണ് പണം നൽകുന്നത്. രൂപ കരുത്താർജിക്കുന്നതും എണ്ണ വില കുറയുന്നതും ഇന്ത്യക്ക് ശരിക്കും ഒരു ഡബിൾ ബൊണാൻസ പോലെയാണ്. പക്ഷേ ഒരു മുന്നറിയിപ്പ്, ഈ ഒരു വെടിനിർത്തൽ എന്ന് പറയുന്നത് ശരിക്കും ടെമ്പററി ആണ്. അതായത് വെറും 2 ആഴ്ചത്തെ കരാർ മാത്രമാണിത്. ഇതിനിടയിൽ ഇസ്രായേൽ ലെബനൻ അതിർത്തിയിലോ മറ്റോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ വീണ്ടും വില വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വിപണിയിലെ മാറ്റങ്ങൾ കൃത്യമായി നിരീക്ഷിക്കേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി നൽകുന്ന സൂചന പ്രകാരം വരും മാസങ്ങളിൽ ഡൊമസ്റ്റിക് സിലിണ്ടറുകൾക്ക് 50 രൂപ മുതൽ 100 രൂപ വരെ സബ്സിഡി വഴിയോ നേരിട്ടോ കുറയ്ക്കാൻ ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ട്. ഇത് സത്യമായാൽ വരാനിരിക്കുന്നത് നല്ല ദിവസങ്ങളാണ്. ഇത് മാത്രമല്ല, ഗവൺമെന്റ് ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. കുടിയേറ്റ തൊഴിലാളികൾക്കും പാവപ്പെട്ടവർക്കുമായി 5 കിലോയുടെ ചോട്ടു സിലിണ്ടേഴ്സ് ലഭ്യത വർദ്ധിപ്പിക്കാൻ ഉത്തരവിട്ട് കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ പാനിക് ബുക്കിംഗ് ഒഴിവാക്കാനാണ് അധികൃതർ പറയുന്നത്. നമ്മുടെ നാട്ടിലെ ഗ്യാസ് സപ്ലൈ ഇപ്പോൾ സ്റ്റേബിൾ ആണ്. ഓർത്തു നോക്കൂ, കഴിഞ്ഞ മാസത്തിൽ മാത്രം ഗ്യാസിന് 60 രൂപയാണ് വർദ്ധിച്ചത്. പെട്രോൾ വില ഡൽഹിയിൽ 160 രൂപ വരെ എത്തിയ വല്ലാത്തൊരു മാസമായിരുന്നത്. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ഒരു നേരിയ ആശ്വാസവും പ്രതീക്ഷയും തന്നെയാണ്. എണ്ണവില വീണ്ടും $100 താഴെ എത്തിയാൽ തീർച്ചയായും പെട്രോൾ ഡീസൽ വിലയിലും അതിന്റെ പ്രതിഫലനം ഉണ്ടാകും. ചുരുക്കത്തിൽ പറഞ്ഞാൽ കാത്തിരിക്കാം നമുക്ക് നല്ലൊരു വാർത്തയ്ക്കായിട്ട്. ഗ്യാസ് സിലിണ്ടർ വിലയിൽ ഉടൻ തന്നെ ഒരു വലിയ കുറവ് ഉണ്ടായില്ല എങ്കിലും ആഗോള വിപണിയിലെ ഈ ഒരു മാറ്റം ശുഭസൂചന തന്നെയാണ്. അന്താരാഷ്ട്ര തലത്തിൽ സമാധാനം ഉണ്ടാകുന്നത് നമ്മുടെ അടുക്കളയിലെ തീ കുറയ്ക്കാൻ സഹായിക്കുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.